ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി ഇറാൻ. മേഖലയിൽ US ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഏകദേശം അടഞ്ഞുകിടക്കുന്ന ഈ പാതയിലൂടെ ഇനി കപ്പലുകൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇറാന്റെ മുൻകൂർ അനുമതി പത്രം ഇമെയിൽ വഴി ലഭിക്കണം. ഇറാൻ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കടലിടുക്കിൽ പരമാധികാര ഭരണ സംവിധാനം നിലവിൽ വന്നു. കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കപ്പലുകൾ ഇറാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുകയും അനുമതി വാങ്ങുകയും വേണം. അതേസമയം അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണവും ഇറാന്റെ പരിഗണനയിലാണ്. ശത്രുതയില്ലാത്ത മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഈ പാത ഉപയോഗിക്കുന്നതിന് പ്രത്യേക ടോൾ ഏർപ്പെടുത്താനും ഇറാൻ ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ നീക്കത്തിന് മറുപടിയായി കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് US സൈന്യത്തിന്റെ അകമ്പടി നൽകാനായിരുന്നു പദ്ധതി. എന്നാൽ ഹോർമൂസ് കടലിടുക്കിന് സമീപം വരുന്ന ഏത് വിദേശ സൈനിക ശക്തിയെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ ജോയിന്റ് മിലിറ്ററി കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ട്രംപ് ഈ നീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണ നടപടികൾ അവസാനിച്ചതായി അമേരിക്ക അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചതായുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇനി US ആക്രമണം ഇല്ലെന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഘട്ടം അവസാനിച്ചു, ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്നും ഇനി US ആക്രമണം ഇല്ലെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്നു. അമേരിക്ക പ്രതിരോധ ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാൻ ഇനിയും അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടിക്ക് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയാണ് ഇനി പ്രധാന ലക്ഷ്യമെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇറാൻ ഹോർമൂസ് തുറക്കണമെന്നും മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലവത്താകാതെ നീണ്ടുപോയിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി ബീജിംഗിൽ. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ചൈന സന്ദർശനം. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ നിലവിലെ ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും മറികടക്കാമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ സുഗമമായി കടന്നുപോകാൻ ഇറാൻ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച നടക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് സംഘർഷം 2 മാസം പിന്നിടുമ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം ഇരു വിദേശകാര്യ മന്ത്രിമാരും തമ്മിൽ നടത്തുന്ന ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. നേരത്തെ ഇവർ ഫോൺ വഴി ആശയവിനിമയം നടത്തിയിരുന്നു. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗ് സന്ദർശിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി ഇറാൻ നടത്തിവരുന്ന നയതന്ത്ര ചർച്ചകളുടെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.